ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എണ്ണാസൻ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജയിലർ കണ്ടു. കുറച്ച് ലേറ്റായി ഞാൻ ജയിലർ കാണണം, കാരണം മൂപ്പരെ നെൽസൻ്റെ പടം ഉണ്ട്, എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ലേറ്റായിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയടാ ഭയങ്കര അഭിപ്രായമൊക്കെ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ഇതിലും ഞാൻ ഇങ്ങനെ വിസിൽ വിളിച്ചുകൊണ്ട് എൻ്റെ മോനെ ഞാൻ എത്രയാ വിസിൽ വിളിച്ചത്. ബെല്ലും ബ്രേക്കിലാണ്ട് ഇങ്ങനെ വിസിൽ വിളിക്കണ്ട. ഇങ്ങനെ ഒരു രജനീകാന്ത് ഇങ്ങനെ ഒരു ഫേസ് മാറുന്ന സീനുണ്ട്. എൻ്റെ മോനെ ഒരു കിണ്ണ സീന്, ഇങ്ങനെ ഒരു ഡ്രങ്കണായിട്ടുള്ള ഒരാൾ, അത് കഴിഞ്ഞിട്ടൊരു സീന് വരുന്നുണ്ട്. എൻ്റെ അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര കിട്ടില്ല, ഭയങ്കര കിട്ടിയ സാറേ. സത്യമായിട്ടും ഇങ്ങനെ കാറിങ്ങനെ ഒച്ചുണ്ടാക്കി പണ്ടാറടക്കുന്നു, അത്രയും ലൈക്കായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഓരോ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നടുക്കൊരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ മനത്ത് ബീസ്റ്റിലേക്ക് പോയോന്ന്, ആ ഒരു മൈൻഡിലേക്ക് എത്തി. പിന്നെ അതിൻ്റെ ഉത്തരം അതിൽ തന്നെ അവർ പറയുന്നുണ്ട്. പിന്നെ മോഹൻലാൽ ഏതാടാ, ഞാൻ ഇങ്ങനെ ലൂസിഫറിന് ശേഷം എനിക്ക് മോഹൻലാൽ, മമ്മൂട്ടി ഇവരൊക്കെ വരുമ്പോൾ ഒരു വിസിൽ വിളിക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്, ഒരു സാധാ മലയാളി. ഓഫ് കോഴ്സ് എനിക്ക് ഇതിൽ പറ്റി. ഭയങ്കരമായിട്ട് ഞാൻ വിസിൽ വിളിച്ച് അങ്ങനെ വിളിച്ചിങ്ങനെ ആർപ്പും വിളി, ഇങ്ങനെ സീനേരും, ഭയങ്കര അടിപൊളി സീനേരും. പിന്നെന്തായിരുന്നു, പിന്നെ ഏതാപ്പുള്ളത്, പിന്നെ വിനായകൻ. എടാ ഭയങ്കര അടിപൊളി. ചില നേരത്ത് പിന്നെ ഇതിൽ തമാശ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് തൊട്ടനും പിടിച്ചിട്ട് ഞാൻ ചിരിക്കുന്ന ആളാണ്. സോ ഞാൻ പെട്ടെന്ന് കുറേ തമാശകൾ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അവിടെ ഇവിടെ കുറേ പേർക്ക് ഇഷ്ടമാകാത്തവരുണ്ട്. ഇങ്ങനെ അവരിങ്ങനെ എടാ എന്താടാ അത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഞാനൊക്കെയാണ്. പിന്നെ ചില സീനൊക്കെ എന്താ പറയുക, നമുക്കിങ്ങനെ പീക്കിൽ കൊണ്ടെത്തിക്കും, ഭയങ്കര പീക്കിൽ കൊണ്ടെത്തിച്ചിട്ട് പിന്നെ കുറച്ച് താഴ്ന്ന സീനൊക്കെ പോലെ എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഫീലായിരിക്കും. ഞാനത് വാവനോട്, എൻ്റെ അനിയനോട് ചോദിച്ചു. അവൻ പറഞ്ഞ് എനിക്കൊരു സീൻ കൂടിയല്ലോ ഏട്ടാ, എനിക്കൊരു സീനിലല്ല, ആ ഒരു മൈൻഡിലേനും അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഫാൻ ഷോയ്ക്കൊക്കെ പോയവർക്കുണ്ടല്ലോ പക്കാ ലാഭമായിരിക്കും, ഭയങ്കര ലാഭമായിരിക്കും. കാരണം ഉണ്ടല്ലോ ആർപ്പിളിയോട് ആർപ്പിളി, ഭയങ്കര കിട്ടില്ല ആർപ്പിളി. വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, മറ്റേ ആ പാട്ടില്ലല്ലോ, ആ പാട്ട് സീനിലുണ്ടല്ലോ, എടാ തിയേറ്റർ അതുവരെ പറന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടായിരുന്നോള്. ഈ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ കംപ്ലീറ്റ് സൈലൻറ്റ്, എല്ലാവരും ഓരോ സ്റ്റെപ്പും നോക്കിയിരിക്കുക. ഞാൻ വിചാരിച്ച അത് പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നു. എല്ലാവരും എജാതി ശ്രദ്ധ, ഒരാൾ പോലും കണ്ണടയ്ക്കാതെ. എന്താല്ലേ ഒരാൾ പോലും എന്ന് പറയുമ്പോൾ ഞാനും വെച്ചുണ്ടാക്കിയില്ല. പിന്നെ ഇപ്പം എന്താ, അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ഒരു ക്രിഞ്ച് ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ സെൻറ്ററിലൊക്കെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് കുറേ ഇങ്ങനെ. അത് കുഴപ്പമൊന്നുമില്ല, അത് വലിയ നെഗറ്റീവായിട്ടൊന്നും ഞാൻ ഇങ്ങനെ ഭയങ്കര മോശമെന്നായിട്ട് പറയില്ല, കാരണം അത്ര വൃത്തികേടൊന്നുമല്ല. പിന്നെന്താ, ഈ ഒരു കക്കണ സീനുണ്ട്, അതൊക്കെ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് ബാഡായി തോന്നി. പക്ഷെ അതൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ വേറൊരു സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വിസിൽ വിളിക്കണം, നിങ്ങൾക്ക് പോകണമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോകണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊരു കാര്യം ഞാൻ പറയാനുള്ളൂ, വിസിൽ വിളിക്കുക, ആഘോഷിച്ച് കിട്ടില്ലനാക്കാം. ലൈക്ക് ഇത് തിയേറ്ററിൽ പോകുക തന്നെ വേണം. ആ ഒരു ഫീൽ കിട്ടണം, തിയേറ്ററിൽ പോകണം. കാരണം നിങ്ങൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽ തോന്നുന്നു എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല. ലൈക്ക് തല്ലുമാലയൊക്കെ പോലെ, എന്താ പറയുക, പണ്ട് തല്ലുമാല ഇതിൽ സ്റ്റോറി ഉണ്ട് കേട്ടോ, അതിൽ സ്റ്റോറി ഇല്ല വേറെ കാര്യം, അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നെൽസ മൂപ്പര് അടിപൊളിയാക്കിയിട്ട്, രജനീകാന്ത് സൂപ്പർ. പിന്നെ അതിലേതോ ഒരു നടനുണ്ട്, ഓൻ വരുമ്പോൾ ഇതിൽ ഭയങ്കര പീക്കിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ആരാന്ന് പോലും എനിക്കറിയില്ല, എന്നിട്ട് ഞാൻ വിസിലടിച്ച് എന്തിനും എനിക്ക് മനസ്സിലായില്ല. പിന്നെന്താ, മോഹൻലാൽ, എൻ്റെ മോഹൻലാലിനെ കാണിക്കുന്ന സീനേ ഭയങ്കര എനിക്ക് പറയാനാണ്. പിന്നെ എനിക്ക് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ വാച്ചിങ്.
യു ഗൈസ് വാച്ചിങ് 89 Cents.